നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം നമുക്ക്. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തൈര്, 2 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് വെള്ളം, പിന്നെ 1/2 ടീസ്പൂണോളം ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്കിനി ആദ്യം തന്നെ എടുത്ത് വെച്ച ഉപ്പ്, ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ, പഞ്ചസാര, ഇത് 3 ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൽ ഇപ്പം എല്ലായിടത്തും അതിനും എല്ലാം ബേക്കിംഗ് സോഡയും പഞ്ചസാരയും ഉപ്പും എല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ച തൈര് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. തൈരും വെള്ളം വേണമെങ്കിൽ വെള്ളം, കുറച്ച് വെള്ളവും തൈരും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ചുട്ടെടുക്കാം. ആദ്യം നമുക്ക് ഒരു നനഞ്ഞ ടവലൊന്ന് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ അടപ്പും വെച്ചിട്ട് നമുക്കിത് ഒരു ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ലതാണ്. വേഗം നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിലാണ്, വേഗം തന്നെ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ മാവ് റെഡിയാവും. അപ്പോൾ ഇനി നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മാവ് എടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇത് ചെറിയ നമുക്ക് ആവശ്യമുള്ള നമ്മളെ നാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഉണ്ടകളാക്കിയിട്ട് എടുക്കാം. നമുക്കിതുപോലെ ഓരോരോ ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇത് പരത്തി എടുക്കാം. ഇനി പൊടി കൂടുതൽ ഇടാണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരേ ലെവലിലായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടത്. നമുക്ക് നമ്മളെ നാനിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ഓവൽ ഷേപ്പാണല്ലോ, അത് എല്ലാത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ മാവെല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി അതിന് പോലെ നമ്മൾ ഈ പരത്തി വെച്ച ഇതിലേക്ക് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് തടവിയിട്ട് ഈ ഭാഗമാണ് നമ്മളെ പാനിൻ്റെ അടിയിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് നമ്മളെ മാവിൻ്റെ ഈ ഭാഗം, നമ്മൾ നനവ് ആക്കിയ ഭാഗം താഴെ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടിൽ വേണം നമ്മൾ ആദ്യം നമ്മളെ തവ ചൂടാക്കാൻ, പിന്നെ കുറച്ച് കുറക്കണം. അപ്പോൾ നമ്മൾ ഇത് ബബിൾസ് എല്ലാം വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന്. കണ്ടില്ലേ, നമ്മളെ ഈ കളറെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് സാധാരണ രീതിയിൽ നമ്മളൊരു ദോശക്കല്ലിൽ വെച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അടുത്ത നമുക്ക് വേറൊരു രീതിയിലാണ് കാണിക്കുക. കണ്ടില്ലേ, ഈ ഭാഗം നല്ല കളറാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന നാനിൻ്റെ കളർ വന്നിട്ടുണ്ട്.
നമുക്കൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് എടുക്കാം. അടുത്തത് ചുട്ടെടുക്കാം. അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ നനഞ്ഞ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇടുക. ഇപ്പം ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിട്ട് കാണിക്കാം. കണ്ടില്ലേ? നമ്മൾ അടുത്ത നാനും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഭാഗമെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ഇത് ഞാൻ അതിൻ്റെതായ ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതും കൂടെ എടുത്തു വെക്കാം നമുക്കിനി. അപ്പോൾ നമുക്ക് അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗാർലിക്ക് പിന്നെ മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതുപോലെ നേരത്തെ പോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഗാർലിക്കും കൊറിയാണ്ടർ ലീഫും എല്ലാം വെച്ചിട്ടുള്ള നമ്മളെ ഗാർലിക് നാനും ഉപ്പിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നാനിട റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഇതിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കണ്ടില്ലേ? ഇവിടെയെല്ലാം നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഗാർലിക്കും കൊറിയാണ്ടറും വെച്ചിട്ട് വേറെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗാർലിക് നാനും ആക്കിയിട്ടുണ്ട്. രണ്ട് തരത്തിലും നല്ല ശരിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.